ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഈ ക്രിസ്മസ് സീസണിലൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിസ്മസി സ്നാക്കാണ്. ഇതാണ് ഡേറ്റ്സ് ഹേസൽനട്ട് ബോൾസ്. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നമുക്ക് നോക്കാം. ഇത് ഹേസൽനട്ടാണ്. ഇതൊരു 140 ഗ്രാം ഹേസൽനട്ടുണ്ട്. അതുപോലെ ഒരു ഹേസൽനട്ട് ഒരു 18 എണ്ണം നമ്മൾ വേറെ അതിൻ്റെ അകത്ത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് ഒരു 12 എണ്ണം. നമുക്ക് ഡേറ്റ്സ് ക്രഷ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഇത് ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ചോക്ലേറ്റ് ആണ്. ഇത് കുക്കിംഗ് ചോക്ലേറ്റ് ആണ്. ഇത് നമുക്കൊരു 1/2 കപ്പ്, അതായത് ഒരു 75 ഗ്രാം കുക്കിംഗ് ചോക്ലേറ്റ് വേണം. ഇത്രയാണ് നമുക്ക് ഈ ഹേസൽനട്ട് ഡേറ്റ് ബോൾസ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഈ ഹേസൽനട്ട് നന്നായിട്ട് നമ്മളിത് ക്രഷ് ചെയ്യാൻ പോവാണ്. അപ്പം നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ നിർത്താം. ഇതൊരു പാത്രത്തിലോട്ട് പകർത്താം. നമ്മൾ ഹേസൽനട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തു. ഇത് ഇന്ന് ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമുക്കൊന്ന് ചൂടാറാനായിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഇത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് കുറച്ച് സമയം വെച്ചു. ഇതിൻ്റെ നല്ല ചൂട് മാറിയിട്ടുണ്ട്. നമുക്കിനി ബ്ലെൻഡറിലേക്ക് ഇടാം. ഹേസൽനട്ട് നമുക്ക് നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇത് നമ്മൾ ഈ ഹേസൽനട്ട് പൊടിച്ചത് നമ്മൾ മാറ്റി. ഇനി നമുക്കിത് ഡേറ്റ്സ് നമ്മൾ എടുത്തു വെച്ചതാണ്. ഇത് 12 ഡേറ്റ്സ് ആണ്. ഇത് കുരുവെല്ലാം കളഞ്ഞ് എടുത്തു വെച്ചേക്കുന്ന ഡേറ്റ്സ് ആണ്. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്യണം. ഈ ഡേറ്റ്സ് ക്രഷ് ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളോടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഡേറ്റ്സ് നന്നായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതാ നമ്മൾ പൊടിച്ചു വെച്ച ഹേസൽനട്ടാണിത്. ഇതൊരു ബൗളിലേക്ക്, ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ ഇത് നമ്മൾ അരച്ചു വെച്ച ഡേറ്റ്സ് ആണ്. ഇതും ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കണം. ഹേസൽനട്ട് പൊടിച്ചതും അതുപോലെ തന്നെ ഡേറ്റ്സ് അരച്ചതുമാണിത്. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതാ നമ്മൾ 18 ബോൾസായിട്ട് ഈ കൂട്ട് മുഴുവനും ഉരുട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരേ വലിപ്പമുള്ള ബോൾസാണ്. നമുക്കൊന്ന് ഷേപ്പൊക്കെ ചെയ്യാനുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്കൊരു കൈ വെച്ചിട്ടൊരു ഡിപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ഹേസൽനട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. ഇതൊന്ന് നമ്മൾ കൈ വെച്ചൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ എല്ലാം റെഡിയാക്കി നമുക്കൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇത് നമ്മൾ കുറച്ച് നല്ല തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതൊന്ന് ഉരുക്കാനായിട്ടാണ്. അല്ലെങ്കിൽ മൈക്രോവേവിലാണെങ്കിലും ഉരുക്കിയെടുത്താൽ മതി. ഈ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. തീ നിർത്താം. നമുക്കിനി ഇത് ഈ നമ്മുടെ ഈ ബോൾസിൽ നമുക്കൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം. നമ്മൾ ഈ ചോക്ലേറ്റ് ഇട്ടതിൻ്റെ മുകളിൽ കുറച്ച് സീ സോൾട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മൾ ഡേറ്റ്സും അതുപോലെ തന്നെ ഹേസൽനട്ടാണല്ലോ, ഇതെല്ലാം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ. ആഡഡ് ഷുഗറൊന്നുമില്ല. അതുപോലെ ഇതാണെങ്കിലും ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ് നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്. അതുപോലെ തന്നെ ഇത് കോഷ്യസ് സോൾട്ടാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് പിങ്ക് സോൾട്ടോ എന്തെങ്കിലും സീ സോൾട്ട് എന്തെങ്കിലും ഇടാം. ഈ ചോക്ലേറ്റ് നന്നായിട്ട് ഉറയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ സോൾട്ട് ഇട്ട് കൊടുക്കണം. സോൾട്ട് ഒത്തിരിയൊന്നുമല്ല, നേരിയതായിട്ട് നമ്മൾ ഇടുന്നുള്ളൂ. അപ്പോൾ ഈ മധുരത്തിൻ്റെ കൂടെ ചെറിയൊരു ഉപ്പ് രസവും കൂടി വരുമ്പോൾ നല്ല രസമാണ് കഴിക്കാനായിട്ട്.
ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയത് ഹേസൽനട്ട് ഡേറ്റ്സ് ബോൾസ് ആണ്. ഇതിൽ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ കോട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ മുകളിൽ സോൾട്ട് വിതറിയിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ക്രിസ്മസ് സ്നാക്കാണ്. തീർച്ചയായിട്ടും ഈ ക്രിസ്മസ് ട്രീറ്റ് നിങ്ങൾ വീടുകളിൽ ഈ ക്രിസ്മസ് സീസണിൽ തയ്യാറാക്കി നോക്കണം. ഇത് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യാനോ ഒക്കെ പെർഫെക്റ്റ് ഒരു സ്നാക്കാണ്. ഡെസേർട്ടായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഈ ട്രീറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം വീടുകളിൽ. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.